മെയ് 26 8-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. മർക്കോസ് 10:28 മുതൽ 31 വരെ വാക്യങ്ങൾ. സ്കോട്ടിഷ് നോവലിസ്റ്റ് ജെയിംസ് മാത്യു ബാരി ഒരു സമ്പന്ന കുടുംബത്തിലെ ദാസനെ കേന്ദ്രീകരിച്ച് ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ദരിദ്രനായ ആ മനുഷ്യൻ രാവിലെ മുതൽ രാത്രി വരെ ക്രൂരമായി ആജ്ഞാപിക്കപ്പെടുന്നു. അവൻ്റെ പദവി സങ്കല്പിക്കാവുന്നതിലും താഴ്ന്നതാണ്. ഒരു ദിവസം ആ കുടുംബം ഒരു സമുദ്രയാത്രയ്ക്ക് പോകുന്നു. അപ്പോൾ കപ്പൽ അപകടമുണ്ടായി. കുടുംബവും ദാസനും ഒരു വിജനമായ ദ്വീപിൽ കരയിലേക്ക് അടുക്കുന്നു. ഈ സാഹചര്യത്തിൽ കുടുംബം പൂർണ്ണമായും നിസ്സഹായരാണ്. എന്തു ചെയ്യണമെന്ന് ഈ ജോലിക്കാരന് മാത്രമേ അറിയൂ. പിന്നീട് അവൻ ആ സംഘത്തിൻ്റെ നേതാവായി ഉയർന്നു വരുന്നു. പെട്ടെന്ന് അവൻ ആരാണെന്ന് മനസ്സിലാക്കുകയും ഉയർന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ യേശുവിൻ്റെ വാക്കുകൾ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ജീവിതത്തിൽ അവസാനം വരുന്ന പലരും ഒന്നാമതായിരിക്കും, ഒന്നാമൻ അവസാനത്തേതും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനെ അനുഗമിക്കുന്നതിൽ ശിഷ്യന്മാരുടെ ത്യാഗം പത്രോസ് പറയുന്നുണ്ട്. എല്ലാം ഉപേക്ഷിക്കാനുള്ള അവരുടെ സന്നദ്ധത എടുത്തു കാണിക്കുന്നു. ധനികനായ യുവ ഭരണാധികാരിയുമായുള്ള യേശുവിൻ്റെ സംഭാഷണത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ ധനികർ നേരിടുന്ന വെല്ലുവിളികളെ അത് ഊന്നിപ്പറയുന്നു. സുവിശേഷത്തിനു വേണ്ടി വീടും കുടുംബവും സ്വത്തുക്കളും ഉപേക്ഷിക്കുന്നവർക്ക് പകരമായി സമൃദ്ധമായ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശു തൻ്റെ നാമനിമിത്തം ചെയ്യുന്ന ത്യാഗങ്ങളെ അംഗീകരിക്കുന്നു. എന്നിരുന്നാലും അനുഗ്രഹങ്ങൾക്കൊപ്പം പീഡനങ്ങളും ഉണ്ടാകുമെന്ന് യേശു പരാമർശിക്കുന്നത് പോലെ ഈ അനുഗ്രഹങ്ങളിൽ പരീക്ഷണങ്ങളുടെ ഒരു പങ്കുമുണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലെ ത്യാഗങ്ങളെയും പ്രതിഫലങ്ങളെ കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന യുഗത്തിലെ നിത്യജീവന്റെ ആത്യന്തിക പ്രതിഫലത്തിലേക്കും ഈ ഭാഗം വിരൽ ചൂണ്ടുന്നു. ഈ ലോകത്ത് ഒന്നാമനായി കണക്കാക്കപ്പെടുന്ന പലരും ദൈവരാജ്യത്തിൽ അവസാനമായിരിക്കുമെന്നും അവസാനത്തേത് ഒന്നാമതായിരിക്കുമെന്നും പ്രസ്താവിച്ചുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ ലൗകിക പ്രതീക്ഷകളെ വെല്ലുവിളിക്കുന്നു. മൂല്യങ്ങളുടെ തകിടം മറിച്ചിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എളിമയുടെയും നിസ്വാർത്ഥതയുടെയും പ്രാധാന്യം അടിവരയിടുന്നു. ഈ സുവിശേഷ ഭാഗത്ത് വിവരിച്ചിരിക്കുന്ന തത്വങ്ങൾ ചിത്രീകരിക്കുന്നതിന് ഒരു ഉപമ പറയാം. ഒരു മിഷൻ മേഖലയിൽ സേവനമനുഷ്ഠിക്കാൻ വിജയകരമായ ഒരു പ്രൊഫഷണൽ കരിയർ ഉപേക്ഷിക്കുന്ന ഒരു യുവാവിനെ സങ്കല്പിച്ചു നോക്കുക. തുടക്കത്തിൽ സാമ്പത്തിക പോരാട്ടങ്ങളും സാംസ്കാരിക തടസ്സങ്ങളും നേരിടുന്ന അയാൾ ഒടുവിൽ ആഴത്തിലുള്ള സംതൃപ്തി കണ്ടെത്തുകയും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തുകയും സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനു വേണ്ടി 100 മടങ്ങ് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന വാഗ്ദാനത്തെയും പീഡനങ്ങൾ നേരിടുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെയും ഈ കഥ പ്രതിഫലിപ്പിക്കുന്നു. ഉപസംഹാരമായി പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനു വേണ്ടിയുള്ള വിശ്വാസികളുടെ ത്യാഗങ്ങൾ വെറുതെ അല്ലെന്ന് ഈ സുവിശേഷ ഭാഗം ഉറപ്പു നൽകുന്നു. താൽക്കാലിക സുഖ സൗകര്യങ്ങളെക്കാൾ നിത്യമായ പ്രതിഫലങ്ങളെ വിലമതിക്കാനും വെല്ലുവിളികൾക്കിടയിലും സമൃദ്ധമായി നൽകാനുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കാനും ഈ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. സുവിശേഷത്തിനു വേണ്ടി നാം എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പരിഗണിക്കാൻ ഈ ഭാഗം നമ്മെ വെല്ലുവിളിക്കുകയും ദൈവരാജ്യത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.